ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും കരാറിൽ ഒപ്പുവെച്ചു. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കരാർ യാഥാർത്ഥ്യമാകുന്നത്. ചരിത്രദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും പറഞ്ഞു. आज हमारे संबंधों में एक ऐतिहासिक दिवस है। मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद आज दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है. This is the biggest and most economically significant trade deal that the UK has made since leaving the EU. And I think I can say that it's one of the most comprehensive deals that India has ever done. So thank you, Prime Minister, for your leadership and for your pragmatism. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ചരിത്രദിനമെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നു. ഒരുപക്ഷെ ബ്രെക്സിറ്റിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു വ്യാപാര കരാറാണ് ഇത് എന്ന് UK പ്രധാനമന്ത്രി പറയുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വ്യാപാര കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഈ കരാറിലൂടെ ഇനി നടപ്പിലാക്കാൻ പോകുന്നത്? തീർച്ചയായും പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമെന്ന് തന്നെ നമുക്ക് പറയാം. ഏതാണ്ട് 2022 ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെ ഒരു 4 വർഷക്കാലത്തേക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഇന്നിതാ ഈ ദ്വിദിന സന്ദർശനം, പ്രധാനമന്ത്രിയുടെ ബ്രിട്ടനിലേക്കുള്ള ദ്വിദിന സന്ദർശനത്തിലാണ് ഇപ്പോൾ ഈ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ഗുണകരം ഇന്ത്യക്ക് ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 99% സാധനങ്ങൾക്കും തീരുവ ഒഴിവാകും എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് കാർഷിക മേഖല, മത്സ്യമേഖല ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വിവിധ മേഖലകൾക്ക് ഈ കരാറിലൂടെ ഗുണം ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. പാദരക്ഷകൾ, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, രത്നങ്ങൾ തുടങ്ങി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് തീരുവ ഉണ്ടാകുകയില്ല. ഈ സാധനങ്ങളെ ഈ തീരുവ ഇനത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഇത് കൂടാതെ തന്നെ സുഗന്ധദ്രവ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ തേയില, കാപ്പി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇനി കൂടുതൽ നമുക്ക് കയറ്റി അയക്കാൻ കഴിയും. അത്തരം ഈ സാധനങ്ങൾക്കൊക്കെ തീരുവ ഉണ്ടാകില്ല. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് കാപ്പി, തേയില, സുഗന്ധവ്യഞ്ജനങ്ങൾ, സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ് മേഖലകൾ, തുകൽ, പാദരക്ഷകൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്കൊക്കെ തന്നെ ഈ തീരുവ ഒഴിവാക്കുന്നവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ കാർഷിക വ്യവസായത്തിന് വലിയ തോതിൽ നേട്ടമുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ. ഒപ്പം തന്നെ UK നിർമ്മിക്കുന്ന മദ്യത്തിന്റെ ഇറക്കുമതി തീരുവ 150% നിന്ന് 75% കുറയും. ഇങ്ങനെ ഇരു രാജ്യങ്ങൾക്കും ഇതിന്റെ ഒരു നേട്ടം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. വിനീത VG ആണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.